നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ വീറും വാശിയുമേറിയ പ്രവർത്തനങ്ങളാണ് ഓരോ സ്ഥാനാർത്ഥിമാർക്കും വേണ്ടി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരമാണ് പൊതുവെ പറയപ്പെട്ടിരുന്നതെങ്കിലും ആ നിലയ്ക്കുള്ളൊരു പ്രവർത്തനം നിലമ്പൂരിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് അത് സംശയകരമാണ്. PV അൻവറിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുത്ത നിലമ്പൂർ സീറ്റ് ഒരു നിശ്ചിത കാലയളവിന് ശേഷം UDFന്റെ കൈകളിലേക്ക് ഇതാ എത്തിച്ചേരാൻ പോകുന്നു എന്നൊരു പ്രതിധ്വനിയാണ് UDF ക്യാമ്പിൽ തുടക്കത്തിലുണ്ടായിരുന്നത്. അൻവറിന്റെ ഇപ്പോഴത്തെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിലൂടെയും അൻവർ രാജിവെച്ച ഒരു സാഹചര്യത്തിലുമാണ് നിലമ്പൂരിൽ അവർക്കിതുണ്ടായത്. എന്നാൽ അൻവർ പല ഉദ്ദേശത്തോടു കൂടിയാണ് ഇടതുപക്ഷ ബന്ധം വിട്ട് പുറത്തേക്ക് വന്നതെന്നും UDFന്റെ അക്കൗണ്ടിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പോൾ അയാൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്നും മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം UDFിലേക്കുള്ള അൻവറിന്റെ ആ പ്രവേശനത്തെ നിഷേധിക്കുകയും എന്നാൽ മണ്ഡലത്തിൽ UDF അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയുമായിരുന്നു. അൻവറിന്റെ സഹായമില്ലാതെ തന്നെ UDFന് നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസവും. ഒരു സമയത്ത് PV അൻവർ നിലമ്പൂരിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്നുവെങ്കിൽ പോലും ഇടക്കാലം കൊണ്ട് അൻവർ ഉണ്ടാക്കി വെച്ച പല തരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ അയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയെന്നും അൻവർ ഒരു രാഷ്ട്രീയ മരീവസമായി മാറിയെന്നും തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പാർട്ടിയും നേരത്തെ അൻവറിനെ കൊണ്ട് വിടുപണി ചെയ്യിക്കാമെന്നൊക്കെ ഉദ്ദേശിച്ച മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ അതേ പാതയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. സത്യത്തിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. മാറിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അൻവറിന്റെ ഒരു ബന്ധവൈരിയായ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി പ്രവർത്തന മികവോടുകൂടി വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗപ്രവേശനം ചെയ്തതെങ്കിലും അൻവറിന്റെ സഹായമൊന്നും ഇല്ല എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ജയിക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയുള്ള ഒരു കണക്കുകൂട്ടലിലാണ് UDF നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മുസ്ലിം ലീഗിന് അല്പസ്വല്പം നീരസമില്ലാതെയില്ല. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതുമല്ല. കുടുംബപരമായും രാഷ്ട്രീയപരമായും തന്നെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടം മുതൽ അത് തുടർന്നു പോരുന്നതുമാണ്. എന്നാൽ മാറിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തോടൊപ്പം പോകുവാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ അൻവറിനെ ഉൾക്കൊള്ളാത്ത UDFന്റെ ആ കരുനീക്കങ്ങളെ അങ്ങനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു തിരിച്ചറിവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPMൽ നിന്ന് തന്നെ ഏറ്റവും കരുത്തുറ്റ യുവ നേതാവായ M സ്വരാജിനെ തന്നെ നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയാക്കിയത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത്. ആ നിലയ്ക്കുള്ള പാർട്ടിയുടെ സർവ്വസന്നാഹങ്ങളും ചേർത്തുള്ള ഒരു പ്രവർത്തനം അത് നിലമ്പൂരിൽ അവർ കാഴ്ചവെക്കുന്നുമുണ്ട്. അതിനായി അൻവറിനൊപ്പം നിലനിന്നിരുന്ന വോട്ടിന്റെ പകുതിയെങ്കിലും ഇടതുപക്ഷ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് എല്ലാവിധത്തിലും ഇപ്പോൾ CPMും ഇടതുമുന്നണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഇത്തവണത്തെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതിനായി മുഖ്യമന്ത്രി അടക്കം എല്ലാവരും തന്നെ അവിടെ ഇങ്ങനെ തമ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിയും വരെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും അത് പരമാവധി മുതലെടുക്കുവാനുള്ള ശ്രമമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തുടക്കത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരാഗ്രഹവുമില്ലായിരുന്ന BJPയും അവരുടെ NDA മുന്നണിയും ഗത്യന്തരമില്ലാതെയാണ് അവസാനം BJPയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നോ ഒക്കെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താതെ UDFിൽപ്പെട്ട കേരള കോൺഗ്രസിൽ നിന്ന് ഒരാളെ ഇങ്ങനെ ചാടിച്ച് പുറത്തു കൊണ്ടുവന്ന NDA സ്ഥാനാർത്ഥിയായി അവരോധിച്ചത്. കാലാകാലങ്ങളായി BJPക്കും BDJSനുമൊക്കെയായി അവിടെ ലഭിച്ച വോട്ടിന് അപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും BJP നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ കഴിഞ്ഞ തവണ അന്ന് ലഭിച്ച വോട്ടിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടിയെങ്കിൽ മാത്രമേ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കൂ. പക്ഷേ നേരത്തെ കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടാണ് ഇത്തവണ BJP മുന്നണിക്ക് അവിടെ ലഭിക്കുന്നതെങ്കിൽ അതെങ്ങനെ വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് പരമാവധി LDF UDF മുന്നണികളെ പോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ എല്ലാ കെട്ടും മട്ടോടും കൂടി തന്നെ അങ്ങനെ നിൽക്കുവാനാണ് അവരും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ UDF സ്ഥാനാർത്ഥിയായി താൻ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ മുന്നണിയിലെ എല്ലാവരും പിന്തുണക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന PV അൻവർ അത് നടക്കാതെ വരികയും തന്റെ ആഗ്രഹത്തിനൊപ്പം UDF നേതൃത്വം നിൽക്കാതിരിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് സ്വയം ഇങ്ങനെ ചാവേറായി തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ അൻവർ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അൻവർ ഇപ്പോൾ തന്റെ മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അൻവറിനിപ്പോൾ നിലനിൽപ്പാണ് ആധാരം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ,
അതിനുശേഷം ബാക്കി എന്നുള്ള നിലയിൽ തെറ്റില്ലാത്ത വോട്ടെങ്കിലും സമാഹരിക്കണമെന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ എന്തൊക്കെ പ്രയോഗിച്ചാലും അൻവറിനെ പ്രതീക്ഷക്കൊത്ത് നിലമ്പൂരിൽ ഉയരില്ല എന്ന അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്കൊന്നുമല്ല, അതിനു മുമ്പേ തന്നെ അൻവറിന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ കളത്തിൽ പരിപൂർണമായി നിറഞ്ഞു നിൽക്കുവാൻ തന്നെയാണ് LDFും UDFും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചതുഷ്കോണം എന്ന പ്രതീതി നിലമ്പൂരിൽ ഉണ്ടാവുകയും വോട്ടുകൾ വിഭജിക്കപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ ഒരു വോട്ടിന് പോലും വലിയ പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ LDFും UDFും പരമാവധി വോട്ട് സമാഹരിക്കുന്നതിനിടയിൽ ഇത്രയും നാൾ പറഞ്ഞു നടന്ന വർഗീയ വിരുദ്ധ നിലപാടുകളൊന്നും അത് ഇത്തവണ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പരമാവധി ജാതി മത വർഗീയ ശക്തികളുടെ ആ വോട്ട് പോലും തങ്ങളുടെ പെട്ടിയിലാക്കുവാനുള്ള ശ്രമത്തിലാണ് ഇരു കൂട്ടരും. ഇപ്പോൾ നിലവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി എത്തിക്കുവാൻ തീരുമാനമായി കഴിഞ്ഞു. ഒരു സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവമുള്ള ആ ഒരു സംഘടനയാണെന്ന് ചില സമയത്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അവരുടെ ചില ഘടകകക്ഷികളും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇപ്പോൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ അവരെ ഇങ്ങനെ ഇപ്പോൾ മഹത്വവൽക്കരിക്കുകയാണ് അവര്. എന്നാൽ അപ്പുറത്ത് കഴിഞ്ഞ തവണ LDFിനെ പിന്തുണച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി UDFിനെ ഇത്തവണ പിന്തുണച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തികളാണെന്ന് ഉറക്കെ അവരും പ്രഖ്യാപിക്കുകയാണ്. മുൻകാലങ്ങളിൽ LDF അനുകൂലമായിരുന്നു എന്നത് അത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ നിരവധി തീവ്രവാദ കേസുകളിൽ പ്രതിയായി നീണ്ട വർഷങ്ങളിൽ ജയിലിൽ കിടന്ന അബ്ദുൽ നാസർ മദനി നയിക്കുന്ന PDP എന്ന പാർട്ടിയുടെ ആ പിന്തുണ അത് നിലമ്പൂരിൽ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം. അതിന് ഇപ്പോൾ അവർ ന്യായീകരിക്കുന്നത് PDP പീഡിതരുടെ ഒരു പാർട്ടിയാണെന്നാണ്. എന്നാൽ CPMന്റെ ഈ വാദത്തെ പ്രതിരോധിക്കാൻ UDFും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇരു കൂട്ടരും മത തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ വോട്ടുകൾ അത് പരമാവധി തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ വോട്ടിനും വലിയ പ്രസക്തിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെന്നൊരു തിരിച്ചറിവിൽ തന്നെയാണ്. എന്താണെങ്കിലും അങ്ങനെ നിലമ്പൂരിലെ ആ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം മത തീവ്രവാദ ഭീകരവാദ സംഘടനകളും കൂട്ടുചേരുന്നുവെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കാം, നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം അത് മതഭീകരവാദ തീവ്രവാദ പോരാട്ടമായി കൂടി മാറുന്നു എന്നുള്ളതാണ്.